വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ തൃശൂർ പൂരം ആന എഴുന്നള്ളത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഉത്തരവ് തിരുത്തുമെന്ന വാർത്ത വരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ തിരുത്താൻ വനം മന്ത്രി നിർദ്ദേശം നൽകി. ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി പുതിയ സർക്കുലർ ഇറക്കാനും വനമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. MG പ്രതീഷ് നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങൾ. പ്രതീഷ്, നേരത്തെ തന്നെ ഈ സർക്കുലർ ഇറക്കിയപ്പോൾ, ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കുലർ ഇറക്കിയപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. പൂരം നടത്തണോ എന്നതടക്കം തീരുമാനിക്കുമെന്നടക്കമുള്ള പ്രതികരണങ്ങളുമായി ഈ ദേവസ്വം ബോർഡ് അധികൃതരടക്കം രംഗത്ത് വന്നതാണ്. ഇപ്പോൾ മന്ത്രി ആ വിഷയത്തിൽ ഇടപെടുന്നു. ഇത് തിരുത്തി പുതിയ ഉത്തരവിറക്കാൻ നിർദ്ദേശം നൽകുന്നു. എന്താണ് ഈ നിർദ്ദേശത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? ഒപ്പം എപ്പോഴായിരിക്കും പുതിയ സർക്കുലർ ഇറങ്ങുക? പ്രജിൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ വിവാദ സർക്കുലറിലാണ് ഇപ്പോൾ വനം മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പൂരം നടത്തിപ്പടക്കം പ്രതിസന്ധിയിലാകുമെന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണ് ഇപ്പോൾ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. ഈ വിവാദ സർക്കുലറിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഭേദഗതി ചെയ്യുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആനയുടെ 50 മീറ്ററിനുള്ളിൽ താളമേളം പാടില്ല എന്നതാണ് പ്രധാനമായും ഇതിലുണ്ടായിരുന്ന ഒരു നിർദ്ദേശം. ഈ നിർദ്ദേശമാണ് ഇപ്പോൾ തിരുത്താൻ വനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലും മാറ്റം വരുത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് എന്തായാലും ഇപ്പോൾ വനം വകുപ്പ് പോകുന്നത്. കാരണം ഈ സർക്കുലറുമായി മുന്നോട്ട് പോയാൽ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാകുമെന്നും പൂരം നടത്തിപ്പ് പ്രായോഗികമല്ലെന്നും തിരുവമ്പാടി ഒപ്പം പാറമേക്കാവ് ദേവസ്വങ്ങൾ സർക്കാരിനെ അടക്കം അറിയിച്ചിരുന്നു. ഒപ്പം ഇത്തരത്തിലൊരു നിർദ്ദേശം നടപ്പിലായാൽ ആനകളെ അടക്കം വിട്ടു നൽകില്ലെന്ന ഒരു നിലപാടാണ് ആന ഉടമകൾ നൽകിയത്. അതുകൊണ്ട് തന്നെ പൂരം നടത്തിപ്പ് നിലവിൽ പ്രതിസന്ധിയിലായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ നടത്താൻ 1 മണിക്ക് ഈ സംഘാടക സമിതിയുടെയും ആന ഉടമകളുടെയും യോഗമടക്കം നടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഒരു അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ തന്നെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിവാദമായ നിർദ്ദേശങ്ങൾ തിരുത്താനാണ് ഇപ്പോൾ വനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയ സർക്കുലർ ഇറക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ മറ്റ് ചില നിർദ്ദേശങ്ങളിലും ഇപ്പോഴും ഈ ദേവസ്വങ്ങൾക്കടക്കം എതിർപ്പുണ്ട്. അതിൽ പ്രധാനമായും പറയുന്ന ഒന്ന്, ഈ ആനകളുടെ 50 മീറ്റർ അടുത്ത പാപ്പാന്മാർ മാത്രമേ ഉണ്ടാകൂ എന്നതാണ് മറ്റൊരു നിർദ്ദേശമായി പറയുന്നത്. ഒപ്പം ഈ 50 മീറ്റർ ദൂരത്തിൽ ആളുകൾ നിൽക്കാത്ത വിധം പോലീസ് സുരക്ഷാ വലയം സൃഷ്ടിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ സർക്കുലറിൽ പ്രധാനമായും പറയുന്നുണ്ട്. ഒപ്പം ഈ തീവട്ടി മേളവാദ്യങ്ങളടക്കം ഈ ആനയുടെ സമീപത്ത് നിന്ന് മാറ്റണമെന്നുമുള്ള നിർദ്ദേശമാണ്. എന്തായാലും ഈ നിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്താൻ ഇപ്പോൾ വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ആശ്വാസ വാർത്തയാവുകയാണ് ഈ ഘട്ടത്തിൽ. അത് പൂരപ്രേമികൾക്ക് എന്തായാലും ആ നേരത്തെ ഇറങ്ങിയ CCFന്റെ സർക്കുലർ തിരുത്താനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. മന്ത്രി ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ആ പ്രതിഷേധമുയർന്ന നിർദ്ദേശങ്ങളെല്ലാം മാറ്റിക്കൊണ്ടൊരു പുതിയ സർക്കുലർ ഇറക്കാനാണ് ഇപ്പോൾ വനം മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.